ഹായ് ഗായ്സ്. യെസ്, ജയിലർ ടു ജയിലർ ടൂയുടെ അനൗൺസ്മെൻറ്റ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫോട്ടോ ഫോട്ടോ പോലെ ഒക്കെ വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ ഒരു 53 സെക്കൻഡുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ട്രെയിലർ ഓൾറെഡി കണ്ടായിരുന്നു. കാരണം ഇത് വാട്സപ്പിലൂടെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരിട്ടപ്പോൾ തന്നെ സാധനം കണ്ടു. എന്നാലും ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ അതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. என்ன கொண்டுட்டு உன்னால நிம்மதி இருக்க முடியாது. என் பின்னாடி பெரிய ஒரு உலகம் இருக்கு ஜெயிலர். ஒரு பெரிய நெட்வொர்க். யார் யார் எப்ப வரும்னு உனக்கு தெரியாது. உன் வாழ்க்கை நரகமாயிடும். ശിവരാജ്കുമാർ, സിറാജ്. ഒരുപാട് പൂജയുടെ സോ യെസ്, ഒക്ടോബർ 15 പൂജയുടെ ആ സമയമാണ്. പൂജയുടെ ലീവ് ആ ഒരു സമയം തോന്നുന്നു, അപ്പോഴാണ് തോന്നുന്നു റിലീസ്. എന്നിരുന്നാലും ഒരുപാട് ഹൈപ്പുള്ള ഒരു പടമാണ് ഇത്. ഇതിനകത്ത് ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലയാളി കാസ്റ്റിംഗ് ഉണ്ട്. ഹക്കീം ഷാ, അതേപോലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആ ഒരു ഷോട്ടിൽ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ ഏകദേശം എന്താണെന്നുള്ളത് ഏകദേശം പിടികിട്ടി. അതായിരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞിട്ട്. പേഴ്സണലി എനിക്ക് തോന്നിയത് അതാണ്, പുള്ളിയുടെ ക്യാരക്ടർ അതായിരിക്കും. അപ്പം കാരണം ഇതിനകത്തുള്ള തുടക്കം തന്നെ വിനായകൻ പറയുന്നുണ്ട് ഇതൊരു വലിയ നെറ്റ്വർക്കിംഗ് ആണ്. ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു മലയാളി കാസ്റ്റിംഗ് കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വിനായകൻ്റെ റോള് ആ ഒരു സം ഷെയ്ഡ് ഓഫ് മലയാളീസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. സോ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആ ഒരു ചെറിയ ഷോട്ട് തന്നെ പുള്ളിയുടെ എന്താ പറയുക, ഭയാനകമായ ഒരു ക്യാരക്ടർ തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന അതിനകത്തുള്ള കുറച്ച് ക്യാരക്ടർ, അങ്ങനെ കുറച്ച് ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിലും എവിടെ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു സിംഗിൾ ഇതുപോലും ഇതിനകത്തിട്ടില്ല. ഇതിനകത്ത് ആ വാതിൽ തുറന്നു വരുന്ന ആ ഒരു ക്യാരക്ടർ എങ്ങാനും ലാലേട്ടനാണെന്നുള്ളൊരു ചെറിയ ഇതൊക്കെ റൂമേഴ്സൊക്കെ ഉണ്ട്. മേ ബി ആയിരിക്കാം, അല്ലായിരിക്കാം. എന്നിരുന്നാലും പടം എന്താ പറയുക, നെക്സ്റ്റ് ജയിലർ നമുക്കറിയാം ഈ 600 കോടിയുടെ മേളിൽ കളക്ഷൻ എങ്ങനെ നേടിയ പടമാണ്. സോ അങ്ങനെ നേടിയ ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ കൂടിയതാണ്. അപ്പം 1000 കോടി ഒക്കെ അടിക്കാൻ സാധ്യതയുള്ള പടമാണ്. 1000 കോടി അടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിനകത്ത് ഉള്ള കാസ്റ്റിംഗ് തന്നെയാണ് മെയിനായിട്ട്. കാരണം മലയാളത്തിൽ നിന്ന് നമ്മുടെ മെയിൻ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ജയിലർ ഇറങ്ങിയ സമയത്ത് നേടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 57 കോടിയാണ്. അതിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. കേരളത്തിൽ പുള്ളിയുടെ ക്രൗഡ് പുള്ളിങ് മാത്രമല്ല, പുള്ളീനെ പ്ലേസ് ചെയ്ത രീതി, നെൽസൺ എന്ന് പറയുന്ന പുള്ളി പ്ലേസ് ചെയ്തേക്കുന്ന രീതി ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അതേപോലെ ഇത് സെക്കൻഡ് പാർട്ടിലും ഈ സംഭവം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടന് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നല്ലൊരു കളക്ഷൻ കിട്ടും. പിന്നെ അതുകൂടാണ്ട് ഇതിനകത്ത് വേറെ കാസ്റ്റിംഗ് പറഞ്ഞേക്കുന്ന ഹൃത്തിക് റോഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നും കൺഫേം അല്ല തോന്നുന്നു, ഇതൊക്കെ റൂമേഴ്സാണ്. പിന്നെ അതേപോലെ ശിവരാജ് കുമാറിൻ്റെ
ഇത് നമ്മൾ ഇതിനകത്ത് കണ്ടു. ഒരു ഷോട്ടിനകത്ത് പുള്ളിനെ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ പുള്ളിയുടെ കഴിഞ്ഞ കഴിഞ്ഞ ജയിലർ ഇറങ്ങിയ സമയത്തുള്ള പുള്ളിയുടെ ക്ലൈമാക്സിലുള്ള ആ ഒരു പെർഫോമൻസും, ആ ഒരു സ്വാഗ് അതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ, അതേപോലെയൊക്കെ എന്തായാലും പുള്ളി നെൽസൺ അറിഞ്ഞ് പണ്ണുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പറയാനുള്ളത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അനിരുദ്ധ് ഈസ് നെവർ ഡിസപ്പോയിന്റിങ് അസ്. പുള്ളിയുടെ എന്താ പറയുക, ഒരു പടം, ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പടം പുള്ളിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്ത് രീതിയിൽ പണി വെക്കുമെന്ന് നമുക്കറിയാം. സോ, ഈ ഇത്രയും കാസ്റ്റിങ്ങും കൂടെ, ഈ പറഞ്ഞ ഇത്ര കാസ്റ്റിങ്ങും എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടെ ആകുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കാം. സോ, എന്നിരുന്നാലും എല്ലാവരെയും പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.